സോ ഗെയിം 2024 ഫൈനൽ ഡേ ടിപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇത് പാർട്ട് 1 ആണ്. ഇതിനുശേഷം നമ്മൾ ഈ വീഡിയോ തന്നെ പാർട്ട് 2 കൂടി ഡിസ്കസ് ചെയ്യും. സോ പാർട്ട് 1 കേസ് പറയുന്നത് റിവിഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുമ്പോൾ റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 100% നിങ്ങളതിൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റിവിഷൻ കൃത്യമായിട്ട് അതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് സെറ്റാക്കുക. അതിനുശേഷം മാത്രം പുതിയ ടോപ്പിക്ക് പഠിക്കുക. അല്ലാതെ ഇതുവരെ പഠിച്ച് റിവൈസ് ചെയ്യാതെ പഴയ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതും മറന്നു പഴയതും മറന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതുവരെ പഠിച്ചത് റിവൈസ് ചെയ്യുക. ശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം പുതിയ ടോപ്പിക്ക് ചെയ്യാം. അതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഈ റിവിഷൻ ചെയ്ത ടോപ്പിക്സ് ആയാലും എന്ത് ടോപ്പിക്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്ത് കളിക്കരുത്. അത് വളരെ തെറ്റാണ്. കാരണം അവസാന ദിവസം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മിക്സഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒറ്റ സമയത്താണ് തരിക. അത് ഡെയിലി 10 to 1 നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യണം. അതും ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ തന്നെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ പലരും പറയുന്നു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇല്ല, അങ്ങനെ ഓൺലൈൻ ഫ്രീ അല്ല എന്നൊക്കെ പറയുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ എന്തൊക്കെയാണ് നീറ്റോ കീമോ ജെയ്യോ ഇതിന് ജെയ് അധികം കുട്ടികളോട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം പലർക്കും ടഫാണെന്നൊക്കെ പറഞ്ഞ് ഡിപ്രഷൻ ആവേണ്ട. അതുകൊണ്ട് നിങ്ങൾ നീറ്റും കീമും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 75 ക്വസ്റ്റ്യൻസ് ഫ്രം മാത്സ്, 45 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, 30 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി എന്നുള്ള ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് മിക്സഡായി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോർമുല കത്തുന്നുണ്ടോ, കോൺസെപ്റ്റ് കത്തുന്നുണ്ടോ എന്നൊക്കെ കിട്ടും. അതേപോലെ 10 to 1 നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സമയമാകുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കൂടുതൽ കിട്ടും. അതേപോലെ ഈ മോക്ക് ടെസ്റ്റിൽ വരുന്ന നിങ്ങളുടെ ഉത്തരങ്ങളെ ശരിയാണോ തെറ്റാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതേപോലെ എത്ര സമയം കൊണ്ട് ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പല കുട്ടികളും 75 ക്വസ്റ്റ്യൻസ് മാത്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ ഓർഡർ ചെയ്ത് ചിലപ്പോൾ 50 ഒക്കെ എത്തുമ്പോൾ സമയം തീരും, 75 പോലും കാണില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് 1 മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ മോക്ക് ടെസ്റ്റ് അടിപൊളിയായിട്ട് ചെയ്താന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കാണുക ഗേറ്റിൻ്റെ പ്രൊമോഷൻ, എല്ലാവർക്കും അപ്പം തന്നെ സ്കിപ്പ് ചെയ്യാം. ആദ്യം പരാക്രം 2.0 ഗേറ്റ് 2025 ഇംഗ്ലീഷ് ബാച്ച് ഫോർ ഗേറ്റ് 2025 ആസ്പിറൻസ്. വിജയ് 2.0 2025 ബാച്ചാണ് റാങ്ക് ഇംപ്രൂവ്മെൻറ്റ് ബാച്ച്. നെക്സ്റ്റ് ശ്രേഷ്ഠ 2.0 26 ബാച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബാച്ച് തന്നെയാണ് ഇതും. പരാക്രം ഗേറ്റിൻ്റെ കൂട്ടത്തിൽ PSUs ബാച്ചും കൂടി കിട്ടും. അത് 2025 ആസ്പിറൻസ്. അടുത്തത് ശ്രേഷ്ഠ ESE പ്ലസ് ഗേറ്റ് പ്ലസ് PSU ബാച്ച് D 2026. ശ്രേഷ്ഠ 2.0 ബാച്ച് ബി ആണ്. ഇതിനോട് പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷനും PSUസും കിട്ടും. നെക്സ്റ്റ് ശ്രേഷ്ഠ ഗേറ്റ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് സ്പെഷ്യൽ ബാച്ച്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാക്രം ഗേറ്റിന് കമ്പ്യൂട്ടർ സയൻസിനും ഡാറ്റാ സയൻസിനും വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. നെക്സ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞാൽ പരാക്രം 2.0 ഗേറ്റ് 2025 പ്ലേസ്മെൻറ്റ് പ്രിപ്പറേഷൻ പ്ലസ് PSUs. ഗേറ്റ് 2025 ടെസ്റ്റ് സീരീസ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് മെക്ക് EEC SES IT. അടുത്ത ഗേറ്റ് ഖസാന ബാച്ചാണ്. ജസ്റ്റ് 3999 റുപ്പീസിനാണ്. അടുത്ത ബാച്ച് ഇൻഫിനിറ്റി ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കോർ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ PYQs ഉണ്ടാവും, MCQs ഉണ്ടാവും, ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്വസ്റ്റ്യൻസ്, QR കോഡ് സൊല്യൂഷൻ എല്ലാം ഉണ്ടാവും. സോ എൻ്റെ കൂപ്പൺ കോഡ് VG500 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കൂടി കിട്ടും. പറയാൻ പോകുന്നത് എങ്ങനെ എക്സാം നിങ്ങൾ കൃത്യമായിട്ട് PYQ ടെക്നിക്സിനെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കാൻ എങ്ങനെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കേസ് പറയാം. നിങ്ങൾക്ക് മാത്സിൻ്റെ അകത്ത് 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ മാത്സ് എക്സാമ്പിളാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 75ൻ്റെ അകത്ത് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ മോഡറേറ്റ് ഉണ്ടാവും, ഈസി ഉണ്ടാവും, ടഫ് ഉണ്ടാവും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും എൻട്രൻസ് എക്സാമിനേഷൻ ഇഷ്ടം. മോഡറേറ്റ്, ഈസി, ടഫ് ഒക്കെ മിക്സ്ഡ് ആക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. അതൊരു മോഡറേറ്റും ടഫിന് അവസാനത്തേക്ക് സമയം വെക്കുക. അല്ലാതെ ടഫ് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേസ് പറയും. ഇപ്പോൾ നിങ്ങളൊരു എക്സാമ്പിൾ മനസ്സിലാക്കുക. ഒരു 4 ചോദ്യം ഉണ്ട് വരിക. ഓക്കെ, 4 ചോദ്യം ടോട്ടൽ 16 മാർക്സ് കിട്ടും ഒരു ചോദ്യം ശരിയായാൽ. അതേപോലെ തന്നെ ഒരു ചോദ്യം ഇത് ടഫാണ്. നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു ചോദ്യമാണ് ആദ്യം ചെയ്തത്. ഈ ചോദ്യം നിങ്ങൾ ചെയ്ത് അവസാനം കണ്ടുപിടിച്ച് 4 മാർക്ക് കിട്ടി. പക്ഷേ നിങ്ങൾ ഒരു ഈസി ആയിട്ടുള്ളൊരു 4 ക്വസ്റ്റ്യൻ ചെയ്ത് ഒറ്റയടിക്ക് 16 മാർക്സ് ആണ്. ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ 4 മാർക്സ് ആണ്. അപ്പോൾ ഇവിടെയുള്ളൊരു മെയിൻ എൻട്രൻസ് എക്സാമിനേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി കീമിൻ്റെ നമ്മൾ ഈ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളെ മാറ്റി നിർത്തി ഈസി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെക്നിക്ക്, ഈസി മോഡൽ. അപ്പോൾ നമുക്ക് അവിടെ സമയം ലാഭിക്കാൻ, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്കും നേടാൻ പറ്റും. അതുപോലെ ഡിഫിക്കൽട്ടിൽ നമ്മൾ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഈസി ചെയ്യാനുള്ള ടൈമും കിട്ടില്ല, മോഡറേറ്റ് നമ്മൾ കാണും കൂടില്ല. കാരണം വൺ ഓർഡറിൽ ഒരിക്കലും പോകണമെന്നില്ല. അവർ ചിലപ്പോൾ പ്ലേസ് ചെയ്യുക ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അവർ നല്ല ഡിഫിക്കൽട്ടാക്കി വരിക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ മോഡറേറ്റ് ഈസി മോഡലൊക്കെ ആയിരിക്കും ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിരിക്കും 5 ടഫാണ്. അപ്പോൾ 5ലും നിങ്ങൾ കുറേ സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ സമയം നന്നായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസി മോഡറേറ്റ് ക്വസ്റ്റ്യൻസിനും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ വൈസ് ചെയ്യണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി എനിക്കറിയുന്ന ടോപ്പിക്ക്, പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക് സെർച്ച് ചെയ്ത് പോവുക. ചിലർ നല്ല സ്ട്രോങ് ആയിരിക്കും ഇൻറ്റഗ്രേഷനിൽ, ചിലർ നല്ല സ്ട്രോങ് ആയിരിക്കും സ്ട്രേറ്റ് ലൈൻസ് പോലത്തെ സബ്ജക്റ്റ്, കോണിക് സെക്ഷനിൽ സ്ട്രോങ് ആയിരിക്കും, ചിലർ കോംപ്ലക്സ് നമ്പേഴ്സ്
പോകുമ്പോൾ സാർ ആ ഒരു ചാപ്റ്റേഴ്സ് ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുക. ഈ ഒരു ചാപ്റ്ററാണ് ഞാൻ വരുമ്പോൾ ആദ്യം കൃത്യമായിട്ട് ആ ചാപ്റ്ററിലോട്ട് ഞാൻ പോകും, അവിടുന്ന് അത് ചെയ്തിട്ട് മറ്റേ അങ്ങനെ ഒരു രീതി വേണം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കാണുക എന്നൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 75 ചോദ്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോയിരിക്കണം. അതിലെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഓർഡർ വൈസ് പോകുമ്പോൾ ചിലപ്പോൾ 20 വരെ എത്തുമ്പോൾ നിങ്ങൾക്ക് സമയം തീരെയായിരിക്കും, അല്ലെങ്കിൽ 50 വരെ എത്തുമ്പോൾ നിങ്ങളുടെ സമയം തീരുന്നത്, ബാക്കി 25 ചിലപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ ഇവിടുന്ന് പോകുക. വീട്ടിൽ നിന്നും അതേപോലെ തന്നെ ചെയ്ത് പഠിക്കുക മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഗസ്സിങ്, ഞാൻ കറക്കി കുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കറക്കി കുത്തുന്ന അധികം കുറയ്ക്കാൻ നിൽക്കുക, നെഗറ്റീവ് മാർക്കിട്ട് മാക്സിമം നിങ്ങളൊരു 3 ഓപ്ഷനൊക്കെ വേണമെങ്കിൽ കറക്കി കുത്തിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ഗസ്സിങ് ചെയ്യരുത്, ഇൻ്റലിജൻറ്റ് ഗസ്സിങ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ A B C D ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസിനെ കൃത്യമായിട്ട് നോക്കുക. ഇതിൽ എയും ബിയും സിയും ഡി നമ്മൾ എന്നിട്ട് നോക്കുക. ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാം. അല്ലാതെ ഒറ്റയടിക്ക് 5 എണ്ണത്തിൽ എന്താ പറയുക 10 എണ്ണിട്ട് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണീട്ട് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഐഡിയ വെച്ചിട്ട് ഗസ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവിടെ ആകുമ്പോൾ തെറ്റാനുള്ള പ്രോബിലിറ്റി ഒരു 50 എന്താ പറയുക ശരിയാവുള്ള പ്രോബിലിറ്റി ഒരു 50% ആവുമായിരിക്കും, നമ്മുടെ 20%. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഗസ്സിങ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. നെഗറ്റീവ് വന്നാൽ പല കുട്ടികൾക്കും കഴിഞ്ഞ വർഷം -20 -40 ഒക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻ കിട്ടാനൊന്നും ബുദ്ധിമുട്ടല്ല, മെറിറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അതാണ് ഞാൻ പറയുന്നത്, എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജ് ആയാൽ കൂടുതലും. സിമിലർ മോഡൽ ഓപ്ഷൻസ് ഞാൻ പറയട്ടെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഓപ്ഷൻ കാണാം, നിങ്ങൾ 1, 1.6, 1.8 എന്നൊക്കെ ഒരു ഓപ്ഷൻ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഏകദേശം ഇതൊക്കെ ഒരേ മോഡലാണുള്ളത്. 1.1 ആണെന്ന് വെച്ചോ, ഇങ്ങനെ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം, സ്റ്റെപ്സ്. കാരണം ചെറിയൊരു പോയിന്റിന് പറ്റും. അപ്പോൾ നിങ്ങൾ ചില കേസ് ഇപ്പം 10/2 എന്നൊക്കെ കണ്ട് നമുക്ക് 5 എന്നൊക്കെ കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഇപ്പം വളരെ ഡിഫറൻ്റ് ആണ്, 1, 5, 9 എന്നൊക്കെയാണ്, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അടുത്തടുത്ത് തോന്നുന്ന വാല്യൂസ് ഉള്ള ഓപ്ഷൻസ് വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം അത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പോയിന്റിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഓക്കെ, 1.33, 1.34 വരെയൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ എൻട്രൻസിൻ്റെ പുറകിലോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. സിമിലർ മോഡൽ ഓപ്ഷൻസ് ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുന്ന പോലെ അതിൻ്റെ ഓപ്ഷൻസും ശ്രദ്ധിക്കണം, ഓപ്ഷൻസും കൂടിയും ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് ഏത് ഇതിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നത്, ഏത് യൂണിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ്റെ സെലക്ഷൻ, അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈസി മോഡൽ ടഫ് എന്നുള്ള ക്വസ്റ്റ്യൻസിൽ ഈസി മോഡലായിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അതായത് ഗസ്സിങ് കുറയ്ക്കുക. മാക്സിമം ഒരു 2-3 കേസസ് വളരെ സൂക്ഷിച്ചിട്ട് ഒന്ന് ഓപ്ഷനൊക്കെ നോക്കിയിട്ട് ഗസ് ചെയ്യുക. അതേപോലെ തന്നെ സിമിലർ മോഡൽ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതലും ശ്രദ്ധിക്കുക. കാരണം വാല്യൂസ് പോയിന്റ് ഡിഫറൻസ് ഒക്കെ വരികയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഓപ്ഷൻ എലിമിനേഷനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓപ്ഷൻ എലിമിനേഷൻ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷനിലോട്ട് നോക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ കാണുന്ന പോലെ ഓപ്ഷനിലോട്ട് നോക്കണം. ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വരും, ഇതിന് ആൻസർ ഏകദേശം എത്ര വരും, ഈ ഒരു റേഞ്ചിലൊക്കെ വരുമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എലിമിനേഷൻ, എസ്പെഷ്യലി ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷനൊക്കെ ചാപ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇൻറ്റഗ്രൽ ഒരു സംഭവമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റഗ്രലിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ അതിന് ആൻസറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നു. ചിലവർക്ക് ഇൻറ്റഗ്രേഷൻ അറിയില്ല എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഇൻറ്റഗ്രേറ്റഡ് ആൻസർ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇൻറ്റഗ്രൽ എന്താണ്, ഇപ്പോൾ ഇൻറ്റഗ്രൽ സൈൻ എക്സ്, ഒരു ചെറിയ എക്സാമ്പിൾ, ഇത് ചോദിക്കില്ല, ഞാൻ പറയണത് വെറുതെ എക്സാമ്പിൾ വരെ. ഇൻറ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്താണ്, -cos x + c ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇൻറ്റഗ്രേഷൻ അറിയില്ലായിരിക്കും, ഇൻറ്റഗ്രേഷൻ ഫോർ. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിലെ വേർഡ് എടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഏതിലാണോ നിങ്ങൾക്ക് സൈൻ എക്സ് കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, സൈൻ എക്സ് കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അങ്ങനെ ഇത് ഞാൻ പറയാം, ഈ ഒരു ടൈപ്പ് ചോദിക്കാമെന്നാണ്, ഇത് ചോദിക്കാറുണ്ട്. ഇൻറ്റഗ്രേഷൻ്റെ പ്രീവിയസ് ഇയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് 2-3 ക്വസ്റ്റ്യൻസിനെങ്കിൽ നമുക്ക് ഈ ഓപ്ഷണൽ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് കൃത്യമായൊരു ഐഡിയ കിട്ടും. പിന്നെ ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൂടുതലും പ്രോബബിലിറ്റി കൂടും നമ്മുടെ ശരി ഉത്തരത്തിൻ്റെ. അപ്പോൾ ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്കും സിമിലർ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്നും ഗസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, 100% ഹെൽപ്പ് ആവുന്ന വീഡിയോസ് തന്നെ നമ്മൾ ചെയ്യും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.